ശ്രേഷ്ഠത എന്താ? അവര് സാധാരണ ആൾക്കാരല്ലല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് പടച്ചവനെ ആ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ, ആ ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും സാധാരണ സ്വഹാബികളല്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും അറിയപ്പെടുന്ന വലിയ സ്വഹാബികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് സ്വഹാബികൾ ഒരു വിഷയത്തിന്റെ പേരിൽ തർക്കിക്കുകയുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം അല്പം ഒന്ന് ഉയർന്നുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം ഒന്ന് ഉയർന്നുപോയി. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറയുകയാണ്, ഫഖാല യാ ഖാലിദ് ലൗ തുദീ റജുലൻ മിൻ അഹ്ലി ബദർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ സഅദ് ഇബ്നു മുആദ്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, ഖാലിദേ, ബദരീങ്ങളിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ലൗ അൻഫഖത മിസ്ലു ഉഹദിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണം നീ ദാനധർമ്മം ചെയ്താലും ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ മഹത്വത്തോളം നിനക്ക് വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു. ഒന്ന് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ, ഉഹദ് മലയോളം സ്വർണം നീ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി ചെലവഴിച്ചാലും ഈ ബദരീങ്ങളോളം മഹത്വം നിനക്ക് വരില്ല. അതുകൊണ്ട് നിന്റെ സംസാരം നീ താഴ്ത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ബദരീങ്ങളുടെ മഹത്വം, അതായിരുന്നു ബദരീങ്ങളുടെ ശ്രേഷ്ഠത. അവരുടെ മുന്നിലൊന്ന് ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരെ കുറിച്ച് ഒരു സാധാരണ ആൾക്കാരല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നബി തങ്ങൾ പറയുന്നു, ലയദ്ഖുലുന്നാറ റജുലൻ ശഹീദ ബദർ അബൂ ഹുദൈബിയ. നബി തങ്ങൾ പറയുകയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുണ്ടല്ലോ, ഹുദൈബിയിൽ പങ്കെടുത്ത സ്വഹാബികളുണ്ടല്ലോ, അവരെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവരെ നരകത്തിന്റെ തീ തൊടാത്തവരാണ്. അവര് സാധാരണ ആൾക്കാരല്ല, അവര് സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ, ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുകയാ, മാ തഅദൂന മൻ ശഹീദ ബദർ ഫീകും. നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ അവസ്ഥ എന്താണ്? അവരെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാണ്. അല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബാക്കളിൽ വെച്ച് ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ബദരീങ്ങൾക്കാ, ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാ എന്ന് നബി തങ്ങൾ അവിടെ പറയുമ്പോ റസൂലുള്ള ചോദിക്കുന്ന ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മലക്കുകളുടെ ലോകത്തിലെ വിവിഐപികളാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകള്. അവരും വല്ലാത്ത മഹത്വമുള്ളവരാണ്, അവരേറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരാണ് എന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് പോലും പറഞ്ഞു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ബദരീങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ആ ബദരീങ്ങൾ ഇല്ലെങ്കിൽ നമ്മളില്ലായിരുന്നു. പടച്ചവനെ, അവരുടെ ഈമാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഒട്ടിയ വയറുമായി ഒടിഞ്ഞ വാളുമായി പടച്ചവനെ ഒരായുധവുമില്ലാതെ കടന്നുപോയവരാണ്. ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വതും മാറ്റിവെച്ചവരാണ്. അവരുടെ മോഹങ്ങള്, അവരുടെ സ്വപ്നങ്ങള്, അവരുടെ ആഗ്രഹങ്ങള് സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാ. ആ ബദരീങ്ങളില്ലെങ്കിൽ നമ്മളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ബദർ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർ അല്ലാഹുവിന് വേണ്ടി അവരുടെ ആയുസ് കൊടുത്തല്ലോ, അവരുടെ സമ്പത്ത് കൊടുത്തല്ലോ, അവരുടെ കുടുംബം കൊടുത്തല്ലോ, അവരുടെ ഈ സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തല്ലോ. ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നല്ലോ. അവസാനം ഗതികെട്ടപ്പോഴാണ് യുദ്ധത്തിന് അവിടെ നിന്ന് തയ്യാറായത്. ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് കടന്നു പോയെങ്കിൽ ഈ ബദർ ദിനത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പീഡനങ്ങളും അവരുടെ അക്രമങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് ആ ബദർ നടന്നതെങ്കിൽ പടച്ചവനെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കടോ. അതേ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വല്ലാത്ത പരീക്ഷണത്തിന്റെ നടുവിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇതുപോലെ പല പല അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. വല്ലാത്ത പീഡനങ്ങളാണ് മുസ്ലിം സമുദായം പടച്ചവനെ പേരുദോഷവും അപവാദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ബദർ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോ നമ്മളും ആ ബദരീങ്ങളെ പോലെയാണ് ആകേണ്ടത്. ആ ബദരീങ്ങൾക്കുള്ള ഗുണങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ബദരീങ്ങൾ അങ്ങനെ ആയിരുന്നു. അവരുടെ ഈമാൻ, മോഹങ്ങൾ മുഴുവനും അവര് മാറ്റിവെച്ചവരാണ്. അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് ഓരോ ബദർ ദിനം കടന്നു വരുമ്പോഴും അതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒന്ന് ഈമാനാണ്, രണ്ട് തഖ്വയാണ്. പടച്ചവനെ, നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കലാണ്. ആ ബദരീങ്ങളെ പോലെ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ? വൽആഖിറതു ഖൈറും വഅബ്ഖാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമെന്തെന്നറിയോ? അവർക്ക് പടച്ചവനെ ദുനിയാവ് വേണ്ടായിരുന്നു. അവർക്ക് ദുനിയാവിൽ ജീവിക്കണമെന്ന് മോഹമില്ലായിരുന്നു. അവർക്ക് പടച്ചവനെ വൽആഖിറതു ഖൈറും വഅബ്ഖാ, പടച്ചവനെ അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. പടച്ചവനെ, അവർ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാ. അവർക്ക് പണം വേണ്ട, അധികാരം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, സന്തോഷമുള്ള ജീവിതം വേണ്ട. പടച്ചവനെ, ആ ബദരീങ്ങള് മരണത്തെ പേടിയില്ലാത്തവരായിരുന്നു. പടച്ചവനെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ അതിന് സാക്ഷിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാകട്ടെ പടച്ചവനെ മരണത്തെ
മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഉസ്താദേ, എവിടെ ചെന്നാലും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും അല്ലാതെ വേറെ ഒന്നുമില്ല. പടച്ചവനെ പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. എങ്കിലും ബദരീങ്ങൾ അങ്ങനായിരുന്നില്ല. ആ ബദരീങ്ങളുടെ ചരിത്രം പഠിക്കണം സഹോദരാ. ആ ബദരീങ്ങളുടെ ചരിത്രം എന്തെന്നറിയോ? മഹാനായ സഅദ് ബിൻ ഉനൈസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ സഅദ് ബിൻ ഉസൈമ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വീട്ടിൽ വാപ്പയും മകനും കൂടെ പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. വാപ്പയും മകനും പടച്ചവനെ യുദ്ധത്തിന് പോകാൻ